ഹേയ് ഡിയേഴ്സ്, വെൽക്കം ടു സായ ഡിസൈൻസ്. എൻ്റെ പേര് സാൻഡ്ര. നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് ബോട്ട് നെക്ക് എങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാം, ഒരു തെറ്റും കൂടാതെ കറക്റ്റ് ആ ഒരു ഷേപ്പിൽ ബോട്ട് നെക്ക് എങ്ങനെ ചെയ്തെടുക്കാം എന്നുള്ളതാണ്. അപ്പോൾ നെക്കിൻ്റെ ലെങ്തും വിഡ്ത്തും എടുക്കുന്നതിൽ ഒരുപാട് പേർക്ക് സംശയം ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത്തരം ഡൗട്ടുകളെല്ലാം തന്നെ ഈ വീഡിയോയിൽ നമ്മൾ ക്ലിയർ ചെയ്ത് പോകുന്നതാണ്. എങ്ങനെയാണ് ഷേപ്പ് പെർഫെക്റ്റ് ആയിട്ട് വരക്കേണ്ടതെന്നും കൂടെ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് നമുക്ക് സിമ്പിളായിട്ടുള്ളൊരു ചാർട്ട് കാണാം. അപ്പോൾ നിങ്ങൾക്ക് അത് കാണുമ്പോൾ കുറച്ചും കൂടെ ഡീറ്റെയിൽഡായിട്ട് മനസ്സിലാകും. എന്നിട്ട് ഫിഗറിലോട്ട് കിടക്കാം. ഞാനപ്പോൾ ബോക്സൊക്കെ ഓൾറെഡി വരച്ച് വെച്ചിട്ടുണ്ട്. ബോട്ട് നെക്കിൻ്റെ ഒരു സിമ്പിളായിട്ടുള്ള ചാർട്ടാണ് കേട്ടോ വരുന്നത്. ഈസി ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാം. പ്രത്യേകിച്ച് അങ്ങനെ ചിന്തിച്ചെടുക്കാൻ വേണ്ടി മാത്രമൊന്നുമില്ല. ഞാൻ ആ വാല്യൂസ് ഡയറക്റ്റ് അങ്ങോട്ട് എഴുതി കാണിച്ചു തരാം. അതങ്ങനെ തന്നെ നിങ്ങൾ വരച്ചിട്ടുണ്ടായിരുന്നാൽ മതി. പിന്നെ വരയ്ക്കുന്നത് എങ്ങനെയാണെന്ന് ഇത് ചാർട്ട് കഴിഞ്ഞിട്ട് കാണിക്കാം കേട്ടോ. ഇത് വേഗം തന്നെ തീരും, കുറച്ചല്ലേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ആദ്യം ഹെഡിങ് എഴുതി കൊടുക്കാം. ഫസ്റ്റ് കോളത്തിൽ നമ്മൾ ബസ്റ്റാണ് എഴുതുന്നത്. ബസ്റ്റിൻ്റെ അളവുണ്ടല്ലോ നമ്മുടെ, അതാണ് എഴുതുന്നത്. രണ്ടാമത് നെക്കിൻ്റെ വിഡ്ത്ത്, അത് കഴിഞ്ഞിട്ട് നെക്കിൻ്റെ തന്നെ ലെങ്ത്. അപ്പോൾ ഇത് മൂന്നുമാണ് മെയിനായിട്ട് നമ്മൾ നോക്കുന്നത് ബോട്ട് നെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ അല്ലേ? ഇനി നമുക്ക് ഇതിനകത്തോട്ട് ആ വാല്യൂസും കൂടെ എഴുതി കൊടുക്കാം. ബസ്റ്റിൻ്റെ സൈസ് 28 മുതൽ 30 വരെയുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നെക്കിൻ്റെ വിഡ്ത്ത് നിങ്ങൾക്ക് 4 ഇഞ്ച് എടുക്കാം. നെക്കിൻ്റെ ലെങ്ത് എന്ന് പറയുമ്പോൾ ഒരു 3 ഇഞ്ചും നിങ്ങൾക്ക് എടുക്കാം. ഓക്കെ. ഇനി അടുത്തതായിട്ട് 32 മുതൽ 42 വരെ ബസ് സൈസ് ഉള്ള ഒരാൾക്ക് 4 മുതൽ 4.5 ഇഞ്ച് വരെ നിങ്ങൾക്ക് നെക്കിൻ്റെ വിഡ്ത്ത് എടുക്കാം. നെക്കിൻ്റെ ലെങ്ത് ആണെങ്കിൽ 3 മുതൽ 4 ഇഞ്ച് വരെയാണ് എടുക്കേണ്ടത്. അത് ക്ലിയർ അല്ലേ? ഇനി 44 മുതൽ മുകളിലേക്കുള്ള ബസ് സൈസ് ആണ് എന്നുണ്ടെങ്കിൽ നെക്കിൻ്റെ വിഡ്ത്ത് നിങ്ങൾക്ക് 4.25 മുതൽ 5 വരെ എടുക്കാം. ഓക്കെ. അപ്പോൾ ഇത് എല്ലാം നമ്മൾ ആ ചാർട്ടിൽ പറഞ്ഞേക്കുന്നത് നോക്കിയിട്ട് നിങ്ങൾ ചെയ്താൽ മതി. വേറെ പ്രത്യേകിച്ച് അതിൽ ഡൗട്ട് വരാനില്ലല്ലോ. നെക്കിൻ്റെ ലെങ്ത് 4 മുതൽ 5 വരെ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ബോട്ട് നെക്കിൻ്റെ ചാർട്ട് എന്ന് പറയുന്നത്. ഇതിൽ പ്രത്യേകിച്ച് ഡൗട്ട് വരാൻ വേണ്ടി മാത്രമൊന്നുമില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. ഇനി നമുക്ക് ഫിഗർ വരയ്ക്കാം. അപ്പോൾ നമ്മൾ ഫിഗർ വരയ്ക്കുന്ന സമയത്ത് ഫസ്റ്റ് മാർക്ക് ചെയ്യേണ്ടത് നമ്മുടെ ഷോൾഡറിൻ്റെ ലെങ്താണ്. അപ്പോൾ നിങ്ങൾ എത്രയാണ് ഷോൾഡറിൻ്റെ ലെങ്ത് എന്ന് നോക്കുക. എനിക്കിവിടെ 7.5 വേണ്ടത്. അപ്പോൾ ഞാൻ 7.5 ടേപ്പിൽ വെച്ചിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 7.5 ആണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കതൊരു സ്കെയിൽ വെച്ചിട്ട് വരച്ച് യോജിപ്പിക്കാം. അപ്പോൾ ഇതേപോലെ ഒന്ന് വരച്ച് കൊടുക്കുക. ഞാൻ കറക്റ്റ് ആ ഒരു ടോപ്പിൽ നിന്നല്ല കേട്ടോ, അല്ലാണ്ട് കുറച്ച് താത്തിയിട്ടാണ് വരയ്ക്കുന്നത്. അപ്പോൾ ഇതേപോലെ ഒന്ന് വരച്ച് കൊടുക്കുന്നുണ്ട്. 7.5 നമുക്കൊന്ന് എഴുതി കൊടുക്കാം. പിന്നെ ഇനി എന്തെങ്കിലും ഫിഗർ നോക്കുമ്പോൾ ഡൗട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് 7.5 എഴുതിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് വരയ്ക്കേണ്ടത് ആം ഹോളിൻ്റെ ഡെപ്താണ്. അപ്പോൾ നമ്മൾ സാധാരണ വരയ്ക്കുന്നത് പോലെ ആം ഹോൾ എത്രയാണെന്ന് നോക്കുക, എന്നിട്ട് വരച്ചു കൊടുക്കുക. അപ്പോൾ എനിക്കിവിടെ 7 ഇഞ്ചാണ് ആം ഹോൾ വേണ്ടത്. അപ്പോൾ ഞാൻ 7 ഇഞ്ചിൽ കറക്റ്റായിട്ട് തന്നെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആ ഒരു പോയിൻ്റ് മാർക്ക് ചെയ്തിട്ട് നമ്മൾ ആം ഹോൾ വരച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ നമ്മൾ നോർമലി ഡ്രസ്സ് ചെയ്യുന്ന സമയത്ത് ചെയ്യുന്നതാണ്. അതേപോലെ തന്നെ നിങ്ങൾ ചെയ്തു പോവുക. ബോട്ട് നെക്കിൻ്റെ ആ ഒരു പോർഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് നെക്സ്റ്റ് സ്റ്റെപ്പ് തൊട്ടാണ്. അപ്പോൾ അത് നമുക്ക് നോക്കാം. ഇപ്പോൾ നമ്മൾ ആം ഹോളും വരച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും നിങ്ങൾക്ക് ഓക്കെ ആണല്ലോ. 7 ഇഞ്ചസ് ആണ്, അത് ഞാനിവിടെ എഴുതി കൊടുക്കുന്നുണ്ട്. ഇനി അടുത്ത കാര്യം എന്ന് പറയുന്നത്, എല്ലാവർക്കും ഡൗട്ട് വരുന്നത് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് എത്രയാണ് എടുക്കേണ്ടത് എന്നുള്ളതാണ്. നമ്മുടെ ഷോൾഡറിൻ്റെ ഈ ഒരു പോർഷനിൽ ഇങ്ങോട്ടേക്ക് എത്ര എടുക്കണം എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടാകും. അപ്പോൾ അത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു ഈസി മെത്തേഡ് നിങ്ങൾക്ക് പറഞ്ഞു തരാം. നിങ്ങൾ വേറെ ഒന്നും ചെയ്യണ്ട. നിങ്ങൾ ഷോൾഡർ ഇവിടുന്ന് ഇവിടം വരെ എത്രയാണ് എടുത്തതെന്ന് നോക്കുക. നമ്മൾ എത്രയായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്? 7.5 ആയിരുന്നല്ലേ? നമുക്കതൊന്ന് എഴുതി കൊടുക്കാം. 7.5 ഇഞ്ചായിരുന്നു നമ്മൾ ടോട്ടൽ ഷോൾഡർ എടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ 7.5നെ നേരെ നിങ്ങൾ 3 വെച്ച് ഡിവൈഡ് ചെയ്യുക. വേറെ ഒന്നും ചെയ്യണ്ട. നിങ്ങളുടെ ഷോൾഡറിനെ 3 വെച്ച് ഡിവൈഡ് ചെയ്യുക. എനിക്കിവിടെ 2.5 ആണ് ആൻസർ കിട്ടിയിട്ടുള്ളത്. നിങ്ങൾക്ക് എത്രയാണ് കിട്ടുന്നതെന്ന് നോക്കുക. അപ്പോൾ നമുക്കിപ്പോൾ ഒരു വാല്യൂ കിട്ടിയിട്ടുണ്ട്, 2.5. ഈ 2.5 ആണ് നമ്മൾ ഷോൾഡറിൻ്റെ അങ്ങേ അറ്റത്ത് നിന്നും ഇങ്ങോട്ടേക്ക് മാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ അതാ ഇതേപോലെ ടേപ്പ് വെച്ച് കൊടുക്കുക. ടേപ്പ് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് 2.5 എവിടെയാണ് വരുന്നത് നോക്കുക. അതാ 2.5 ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇത്രയും നിങ്ങൾക്ക് ഓക്കെ അല്ലേ? ഷോൾഡർ എടുത്തു, അതിനെ 3 വെച്ച് ഡിവൈഡ് ചെയ്തു. അപ്പോൾ കിട്ടിയ ആൻസർ 2.5 ഇതാ നമ്മളവിടെ എഴുതി കൊടുത്തിട്ടുണ്ട്.
മനസ്സിലായല്ലോ. ഇനി അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ വേണ്ടി പോണത് നെക്കിൻ്റെ ലെങ്ത് നിങ്ങൾക്ക് എത്രയാണ് വേണ്ടതെന്ന് നോക്കുക. നമ്മൾ നേരത്തെ ഒരു ചാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതനുസരിച്ചിട്ട് നിങ്ങളുടെ ബസ്റ്റ് സൈസ് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ ചാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാനിവിടെ 4 ഇഞ്ചാണ് എടുക്കുന്നത്. അപ്പോൾ 4 ഇഞ്ച് ഇപ്പുറത്തും ഞാനൊന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്, വളഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. 2 സൈഡിലും 4 ഇഞ്ച് മാർക്ക് ചെയ്തു. ഇപ്പോൾ നമ്മൾ എന്താ മാർക്ക് ചെയ്തത്? നെക്കിൻ്റെ ലെങ്ത്. ഇനി നമുക്ക് ഈ ലൈനൊന്ന് കണക്ട് ചെയ്ത് കൊടുക്കാം. ഇതിനുള്ളിലല്ലേ നമ്മൾ നെക്കിൻ്റെ ഷേപ്പ് വരച്ച് കൊടുക്കുന്നത്. അപ്പോൾ അതാ ഇതേപോലെ ഒന്ന് കണക്ട് ചെയ്ത് കൊടുക്കാം. നെക്കിൻ്റെ ലെങ്താണ് ഇപ്പോൾ കണക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ അല്ലേ? ബാലൻസ് കിട്ടിയിട്ടുള്ളത് നെക്കിൻ്റെ വിഡ്ത്ത്. ആ ഒരു 2.5 കഴിച്ചിട്ട് ഇങ്ങോട്ട് ബാലൻസ് നമുക്ക് നെക്കിൻ്റെ വിഡ്ത്ത് കിട്ടിയിട്ടുണ്ട്. 4 ഇഞ്ച് നെക്കിൻ്റെ ലെങ്ത്. ഇനി നമുക്ക് ഇതിനുള്ളിലാണ് കർവ് വരയ്ക്കേണ്ടത്. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് നമുക്കൊരു കാര്യം ചെയ്യാനുണ്ട്. താഴെ ഇപ്പോൾ നമ്മൾ ഈ വരയ്ക്കുന്ന ലൈനിൽ ഒരു 1.25 ഇഞ്ച് താഴത്ത് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യുക. 1 ഇഞ്ചാണെങ്കിലും കുഴപ്പമില്ല. 1.25 ആയിട്ട് ഇവിടെ നിങ്ങൾക്ക് ചെറുതായിട്ടൊന്ന് മാർക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ആ ഷേപ്പ് കറക്റ്റ് കിട്ടും. 1.5 എടുത്താലും കുഴപ്പമില്ല. 1.5 വരെ നീട്ടണമെന്നില്ല, എന്നാലും 1.25 ഞാനിപ്പോൾ ഇവിടെ എടുക്കുന്നുണ്ട്. കണ്ടോ? ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനി നമുക്കൊരു ഫ്രഞ്ച് കർവ് യൂസ് ചെയ്തിട്ട് സിമ്പിളായിട്ട് വരച്ച് കൊടുക്കാം. ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ഹാൻഡായിട്ടാണെങ്കിലും അറിയാമെങ്കിൽ അങ്ങനെ വരയ്ക്കാം. അങ്ങനെ നമ്മൾ കർവ് യൂസ് ചെയ്തിട്ട് ഇതേപോലെ ഷേപ്പ് വരച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു ബോട്ടിൻ്റെ ഷേപ്പിൽ നമ്മൾ ബോട്ട് നെക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഒരു കർവ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ ബോട്ട് നെക്ക് കംപ്ലീറ്റ് ചെയ്തെടുക്കുന്നത്. പിന്നെ അങ്ങോട്ട് ആം ഹോളൊക്കെ വരച്ചിട്ട് നമുക്ക് ആ ഒരു ഫിഗർ കംപ്ലീറ്റ് ചെയ്ത് ടോപ്പാണെങ്കിൽ ടോപ്പ്, കുർത്തിയാണെങ്കിൽ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അത് കംപ്ലീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ബോട്ട് നെക്ക് വരുന്നത്. അപ്പോൾ ഇതിലിനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഡൗട്ട്സൊക്കെ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ.